ഞാനിപ്പോ 4 ഹവറിലാണ് നിൽക്കുന്നത്. എല്ലാവരോടും കൂടിയാ പറയുന്നത്. 4 ഹവറിൽ ഗോൾഡ് യൂറോ ഗോൾഡ് നോക്കട്ടെ, ഞാൻ നല്ലൊരു ക്യാൻഡിൽ കിട്ടുന്നത് നോക്കട്ടെ. ഞാനിപ്പോ ട്രെൻഡ് കാര്യങ്ങളൊക്കെ വരച്ചല്ലോ, എല്ലാം വരച്ചില്ലേ, എല്ലാം വരച്ച് നിങ്ങൾ കണ്ടു. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ആ വരച്ച കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ? കാരണം ആകെ കുറച്ച് ക്യാൻഡിലുള്ളൂ അല്ലേ? അല്ലേ, കുറച്ച് ക്യാൻഡിലുള്ളൂ. ഞാൻ 4 ഹവറിന്റെ ഒരു ക്യാൻഡിൽ നോട്ട് ചെയ്യാണ്, ഈ ഒരു ക്യാൻഡിൽ നോട്ട് ചെയ്യാണ്. ഈ 4 ഹവറിന്റെ ഏതൊക്കെ ഇപ്പൊ ഞാൻ എന്താ മാർക്ക് ചെയ്തിരിക്കുന്നത്? എന്താ മാർക്ക് ചെയ്തിരിക്കുന്നത്? 4 ഹവറിന്റെ ഇപ്പൊ എന്താ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഓപ്പണിംഗ് ക്ലോസിംഗോ? അപ്പോൾ ഇതിന്റെ 4 ഹവറിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ ഞാനിപ്പോ മാർക്ക് ചെയ്തിരിക്കുന്നത്. 4 ഹവറിന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞ ആളാരെ പറഞ്ഞു ലോ ആൻഡ് ഹൈ അങ്ങനെ കൂട്ടിയാൽ മതി. ഓപ്പണിംഗ് ക്ലോസിംഗ് അല്ല, ലോ ആൻഡ് ഹൈ അല്ലേ? ലോ ആൻഡ് ഹൈ. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തില്ല, നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ 1 ഹവറിലേക്ക് പോയിട്ടാ. അതിന് മുന്നേ വേറെ കാര്യം ചെയ്യാം. ഇതിൽ പകുതി വരും, എന്നാലും കുഴപ്പമില്ല. ലോ ഹൈ ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. 1 ഹവറിലേക്ക് പോയി. എത്ര ക്യാൻഡിൽ കിട്ടി നമുക്ക് കൂടെ? 4 ഹവർ 1 ഹവറിലേക്ക് പോകണമെങ്കിൽ എത്ര ക്യാൻഡിൽ ഉണ്ടാവും? 4 ക്യാൻഡിലല്ലേ ഉണ്ടാവുള്ളൂ? 4 ആക്കണം കേട്ടോ. ഓക്കെ, 4 ആക്കണം, കാരണം ഇത് മറ്റേന്ന് വന്നതാണ്. 30 മിനിറ്റ്സിലേക്ക് പോയി. 8 1 2 3 4 5 6 7 8. ഓക്കെ, 1 ഹവറിലേക്ക് പോകുമ്പോൾ 4 ഹവർ 1 ഹവറിലേക്ക് പോകുമ്പോൾ 4 30 മിനിറ്റ്സ് 50 മിനിറ്റ്സിലേക്ക് പോയി. 16 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 കറക്റ്റല്ല നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യം നേരത്തെ എന്താ കണ്ടത് നമ്മൾ? 4 ഹവറിൽ കറക്റ്റ് 4 ഹവർ അല്ലേ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? 4 ഹവർ അല്ലേ? 50 മിനിറ്റ്സിലേക്ക് വന്നു. എൻട്രി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടോ? എൻട്രി എടുക്കുന്ന ആർക്ക്? ജാസിമിന് എൻട്രി മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് കണ്ടില്ലേ? ഇതും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് കാണുന്നുണ്ടോ? ഇതും അല്ലേ? 4 ഹവറിന്റെ അല്ലേ വരച്ചത് അല്ലേ? അതിന്റെ മുന്നേ 2 ക്യാൻഡിൽ ഫേക്ക് ബ്രേക്ക്ഔട്ട് എന്നുള്ള രീതിയിൽ ക്യാൻഡിൽ തന്നു. എന്ത് റിവേഴ്സിൽ വന്നോ? ഇത് പ്രൈസ് ആക്ഷൻ ആണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അത് പോട്ടെ, അതിലേക്ക് കടക്കണം. നമുക്ക് ഞാൻ പറയാൻ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ 4 ഹവറിൽ നിന്ന് നമ്മൾ 50 മിനിറ്റ്സിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര ക്യാൻഡിൽ കിട്ടിയില്ലേ? കിട്ടി. നമ്മൾ 4 ഹവർ കാണുമ്പോൾ ഒരു സിംഗിൾ ക്യാൻഡിലായിരുന്നു അതെ. ഒരു സിംഗിൾ ക്യാൻഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു എൻട്രിക്കുള്ള സാധ്യത അവിടെ ഉണ്ട്. നസീം, ഞാൻ ഇന്ന് പഠിപ്പിച്ച രീതിയിൽ ഇവിടെ എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. എന്താണെന്നറിയാം? എന്താ? ഓൾറെഡി ഇവിടെ എടുക്കുന്നുണ്ട്, എന്നാലും ഞാൻ വരയ്ക്കില്ല. എന്താ സാധ്യത? റിജക്ഷൻ അല്ല, ഒരു കൺസോളേഷൻ ഏരിയ കിട്ടിയില്ലേ നമുക്കിവിടെ? കൺസോളേഷൻ ഏരിയ കിട്ടിയോ? ജാസ്യം കിട്ടിയോ? ഈ ഒരു സാധനം നമ്മൾ 4 ഹവറിൽ മഷിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവോ നമുക്ക്? മനസ്സിലാവോ? ഞാൻ 5 മിനിറ്റിലേക്കാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. 4 ഹവറിൽ നിന്ന് 5 മിനിറ്റ്സിലേക്ക് വെക്കുമ്പോൾ ഒരു കൺസോളേഷൻ കിട്ടിയോ? കൺസോളേഷൻ കിട്ടി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അല്ലേ, ഒരു സ്ട്രോങ് മൂവ്മെന്റ് കിട്ടും. ഓക്കെ, കൺസോളേഷൻ കഴിഞ്ഞു. നമുക്ക് കൺസോളേഷൻ കഴിഞ്ഞ് ഇങ്ങനെയുള്ള കുറെ നേരത്തുള്ള കൺസോളേഷൻ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ബ്രേക്ക്ഔട്ടിൽ വാങ്ങിക്കാം. ബ്രേക്ക്ഔട്ടിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ബ്രേക്ക്ഔട്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാം കുറെ നേരത്തുള്ള. കാരണം എന്താ വെച്ചാൽ അതിന്റെ പ്രത്യേകത വെച്ചാൽ അതൊരു വലിയൊരു മൂവ്മെന്റ് വന്നിട്ട് കണ്ടില്ലേ? ഇത്രയൊക്കെ ഒരു പകുതിയോളം വന്നിട്ട് പിന്നെ ഫുൾ ബാക്ക് എടുത്ത് പോകും. അത് എവിടെ വരെ പോയി എന്നുള്ളത് നോക്കാം. എവിടെ വരെ പോയിട്ടുണ്ട്? നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എപ്പോഴും നോക്കാം. കണ്ടോ? ഫസ്റ്റ് സിംഗ് അല്ല, ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് സിംഗ് അല്ല. ഫസ്റ്റ് സിംഗ് ഇതാണ്, സെക്കൻഡ് സിംഗ് ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, എന്താ മനസ്സിലായില്ല? അത് ഈ 4 ഹവറിന്റെ ക്യാൻഡിലിന്റെ ഇതിലാണ് ഞാൻ വരച്ചത്. കണ്ടോ? ഞാൻ നേരത്തെ വരച്ച റെസിസ്റ്റൻസിലാണ് വരച്ചത്. കണ്ടോ?
ജാസിന് മനസ്സിലായത് എൻട്രി എക്സിറ്റിന്റെ ആ, കാര്യം? മനസ്സിലായി. ഇതിൽ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടാവില്ല, എനിക്കറിയാം മനസ്സിലായിട്ടാവില്ല. അത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ഹവറിന്റെ ക്യാൻഡിൽ മതി നമുക്ക് എൻട്രി എടുക്കാൻ. ഒരു 4 ഹവറിന്റെ ക്യാൻഡിൽ മതി നമുക്ക് എൻട്രി എടുക്കാൻ. എന്ന് വെച്ചാൽ 4 ഹവറിലേക്ക് പോയി, ഇപ്പൊ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു, ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ആയി ഇല്ലേ? റെസിസ്റ്റൻസ് ആയി. ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ക്യാൻഡിൽ വരുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോ എന്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത്? ഈ ഏരിയയിൽ റിജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പക്ഷെ അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. എന്താണ്? നോക്കിയേ, ഇവിടെ കിടക്കുന്ന ക്യാൻഡിൽ നോക്കിയേ, എന്താണ് താഴത്തെ എടുക്കുന്നത്? മോർണിംഗ് സ്റ്റാർ. അതൊരു സ്ട്രോങ് ഏരിയ വന്നാണോ? അല്ല, സ്ട്രോങ് ഏരിയ വന്നല്ലോ. ഒരു പോക്കറ്റിന്റെ സ്ട്രോങ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ഇവിടേക്കേ വരുള്ളൂ. അപ്പൊ ഇവിടുന്ന് മോർണിംഗ് സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മോളിക്ക് എടുക്കാൻ പറ്റുമോ? ഇത് നോക്കിയിട്ട് മോളിക്ക് എടുക്കാൻ പറ്റുമോ? ഷാമിലാന്ന് തോന്നുന്നുണ്ട് ഇന്നലെ എന്നോട് ചോദിച്ചതുപോലെ. ഇത് നോക്കിയിട്ട് മോളിക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്തൊക്കെ കാരണം കൊണ്ട് മോളിക്ക് നോക്കി എടുക്കാൻ പറ്റില്ല? ഒന്ന്, നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി. ഒന്ന് എന്താ മാർക്കറ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആയും ചെയ്തു. ഷിഫ്റ്റ് ആയി ഒന്ന് രണ്ട് തവണ സപ്പോർട്ട് എടുത്ത് ഒരു ഏരിയ ബ്രേക്ക് ആയും ചെയ്തു. ആ ഏരിയയിലാണ് ഇപ്പോ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നൊരു ചാൻസിനെ ഏറ്റവും ബലപ്പെടുത്തുന്നത് എന്താണ്? ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ട് ഇവിടുന്ന് റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ? റിജക്ഷൻ വരാനുള്ള സാധ്യതയില്ലേ? ഇല്ലേ? അല്ലേ? ഇവിടുന്ന് റിജക്ഷൻ വരാനുള്ള സാധ്യതയില്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെ ഈ ക്യാൻഡിലിന്റെ ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഈ ക്യാൻഡിലിന്റെ എന്താ ചെയ്യുന്നത്? ഡൗൺ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാൻഡിൽ ഏതാ? ഇതല്ലേ? അല്ലേ? ഇതല്ലേ ഈ വെള്ള ക്യാൻഡിലല്ലേ? തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാൻഡിൽ അല്ലേ? ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാൻഡിൽ ഞാൻ മാർക്ക് ചെയ്തു. കാരണം എനിക്ക് ഈ ക്യാൻഡിലിൽ ഞാൻ എൻട്രി വല്ലതും കിട്ടാണ്ടോ എന്ന് അറിയാനാണ്. നമ്മൾ ആദ്യം എന്താ ചിന്തിക്കേണ്ടത്? മനസ്സിൽ ഓർക്കണം. എന്താണ് ഡൗൺ ട്രെൻഡ് ആണ്, നിൽക്കുന്ന ഏരിയ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാൻ നേരെ പോയി 4 ഹവറിൽ നിന്ന് പോയിട്ട് നേരെ 1 ഹവറിലേക്ക് പോയി. 1 ഹവറിൽ പോകുമ്പോഴും ഏതെന്താണ്? അപ് ട്രെൻഡ് ആയിട്ടല്ലേ കാണിക്കുന്നത്? അപ് ട്രെൻഡ് അല്ലേ? അപ് ട്രെൻഡ് ആണ്. ഈ ഒരു ലെഗ് അപ് ട്രെൻഡ് അല്ലേ? ലെഗിന്റെ കാര്യം നോക്ക്. ലെഗ് അപ് ട്രെൻഡ് അല്ലേ? ലെഗ് അപ് ട്രെൻഡ് അല്ലേ? ഇതെന്താണ്? റെസിസ്റ്റൻസ്. പച്ച ക്യാൻഡിൽ ഞാൻ വരച്ചു, കണ്ടില്ലേ? ഇനി ഞാൻ എവിടെ വരെ വെയിറ്റ് ചെയ്യണം? ഞാൻ യെല്ലോ ബോക്സ് വരെ വെയിറ്റ് ചെയ്യണ്ടേ? ഞാൻ കൂടി ഇത് അപ് ട്രെൻഡ് ആണെങ്കിൽ മറ്റേത് ഡെഫിനറ്റ്ലി അപ് ട്രെൻഡ് ആയിരിക്കും. കാരണം വീണ്ടും അപ് ട്രെൻഡ് തന്നെയാണ് അല്ലേ? ഇപ്പൊ എത്രയായി? 30 മിനിറ്റ് ആണ്. ഞാനൊരു കാര്യം കൂടി ചെയ്യാം. വീണ്ടും ഒരു ചെറിയ ഇതിൽ വരയ്ക്കാണ്, പച്ചയ്ക്ക് വരയ്ക്കാണ്. കണ്ടില്ലേ? വീണ്ടും ചെറുതാക്കി. ഞാൻ ഇനി ചെറുതാക്കണില്ല കേട്ടോ. ലാസ്റ്റ് 30 വരയ്ക്കാം. ഇനി എന്താ ചെയ്യണ്ടത്? വെയിറ്റ് ചെയ്യാ. അതിന് മുന്നേ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ വരച്ചതിനേക്കാളും മുന്നേ വേറൊരു കാര്യം കൂടി ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പച്ചക്കനിൽ ഞാൻ പറഞ്ഞോ നേരത്തെ സപ്ലൈ തുടങ്ങിയ ഇവിടെ നിന്നല്ല ഒരു വലിയ വീഴ്ച വന്നത് അല്ലേ? അപ്പൊ ഞാൻ ഒരു പച്ചക്കനിലും കൂടി ഇവിടെ വരയ്ക്കുന്നുണ്ട്.
ഇതിനെ നമ്മൾ പറയുന്നതാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. എന്താ പറയാ? ഓർഡർ ബ്ലോക്ക്. നേരത്തെ നവാസ് ചോദിച്ചില്ലേ? നവാസ്, ഇതിനെയാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിന് മാത്രമല്ല, ഇവിടെ മുകളിൽ നമ്മൾ വരച്ചതിനെല്ലാം ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം. ഇനി നമ്മുടെ പണി എന്താണ് നോക്കിയേ? ഒരു 4 മണിക്കൂറിന്റെ ക്യാൻഡിൽ നമ്മളിപ്പോൾ എന്താ ചെയ്ത്? 4 മണിക്കൂറിന്റെ ക്യാൻഡിൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്ത്? നമ്മളിപ്പോൾ എന്താ ചെയ്തത് 4 മണിക്കൂറിന്റെ ക്യാൻഡിൽ? പറയാ, ആരെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിൽ പോയി. ചെറിയ ടൈം ഫ്രെയിമിൽ വന്ന് അതിനൊന്ന് സാഹിത്യവൽക്കരിച്ച് പറഞ്ഞേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് Define എല്ലാവർക്കും ചെയ്യാം. മനസ്സിലാവുള്ളൂ. ടൈം ചേഞ്ച് ചെയ്ത് ടൈം ചേഞ്ച് ചെയ്ത് അടിപൊളി. അന്നല്ല, നമ്മുടെ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ചെറിയ ടൈം എടുത്ത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ എന്തിനാണ് വലിയ ടൈം ഫ്രെയിം ഞാൻ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞതെന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായി. കാരണം ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്താണ് 4 മണിക്കൂർ ആകെ 4 ഇപ്പൊ എത്ര ഇവിടുന്ന് തൊട്ട് എത്ര മണിക്കൂർ സംഭവിച്ചിട്ടുണ്ടാവും? ഒരു 12 മണിക്കൂർ നോക്കാം. 12 അല്ല, ഒരു 16 വേണമെങ്കിൽ നോക്കാം. 16 അല്ല, അതിന് കൂടുതലുണ്ടാവും. ഓക്കെ, പോയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ. ഇത്രയും സമയത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു ട്രെൻഡ് ചേഞ്ച് കിട്ടിയോ? സ്ട്രക്ചർ ബ്രേക്ക് ആയി ഇല്ലേ? പ്രീവിയസ് സ്ട്രക്ചർ ബ്രേക്ക് ആയി. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ എന്തിനാ വരച്ചെന്നുള്ളത് വർദ്ധിക്കാൻ പറഞ്ഞാൽ മനസ്സിലായോ? കാരണം എന്താ വെച്ചാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണ്. സ്ട്രക്ചർ പോട്ടെ, മാർക്കറ്റിന്റെ സ്വഭാവം എന്താണ്, മാർക്കറ്റ് എങ്ങനെ പെരുമാറും എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് എൻട്രി എടുത്തിരുന്നത്. അല്ല, ഷാനവാസ് എങ്ങനെ എൻട്രി എടുത്തിരുന്നത്? അതൊന്നും നോക്കിയിട്ടില്ല. ഇതല്ല, എങ്ങനെ എടുത്തിരുന്നു എന്ന് പറയും. മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ എൻട്രി എടുക്കും, താഴത്തേക്ക് വരുമ്പോ സെല് ചെയ്യും. സെല് ചെയ്യും. ഇപ്പൊ മനസ്സിലായോ? ഒരു റെഡ് ക്യാൻഡിൽ അല്ല, സോറി, ഒരു ഗ്രീൻ ക്യാൻഡിലെയാണ് നമ്മൾ, ഒന്നല്ല 2 ഗ്രീൻ ക്യാൻഡിലിനെയാണ് എവിടെ നിന്ന് താഴത്തുള്ള ഈ മഞ്ഞ ബോക്സിന്റെ മുകളിലുള്ള പച്ച ബോക്സ് മുതൽ ഇവിടം വരെ ഇപ്പൊ പ്രൈസ് നിൽക്കുന്ന 2 ഗ്രീൻ ക്യാൻഡിലാണ്. ആ ഗ്രീൻ ക്യാൻഡിലുള്ളിൽ എത്ര റെഡ് ക്യാൻഡിൽ സംഭവിച്ചിട്ടുണ്ട്? എത്ര റെഡ് ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം, എത്ര വെള്ള ക്യാൻഡിലുണ്ട്? എത്ര ഉണ്ട്? നിങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ എടുക്കാനും താഴത്തേക്ക് പോകുമ്പോൾ വരെ വിൽക്കാനും അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് ആവോ? പ്രോഫിറ്റ് ആവോ? ഇല്ലല്ലോ. ഇനി എന്തെങ്കിലും മനസ്സിലാവാതുണ്ടോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇവിടുന്ന് മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ ഒരു സെറ്റപ്പ് എന്തായിരിക്കും? നിങ്ങൾക്ക് ഇപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ വരച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും എൻ്റെ സെറ്റപ്പ്? എന്തായിരിക്കും എന്റെ സെറ്റപ്പ്? മാർക്കറ്റ് തിരിച്ച് പാളാവും. അവിടെ റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്താൽ പാളാവുന്നതാണ്. റെസിസ്റ്റൻസിൽ പ്ലേസ് ചെയ്താല് ഫാള് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് 15 മിനിറ്റിന്റെ ഒരു ടൈം ഫ്രെയിം, 5 മിനിറ്റിന്റെ ടൈം ഫ്രെയിം നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയേ കാര്യം ഇത്തിരി കൂടി ക്ലിയർ ആയില്ലേ? ഞാനിപ്പോ ഒരു മണിക്കൂറിനെ വരയ്ക്കുമ്പോ എന്താണ് ക്ലിയറിന് കുറവൊന്നുമില്ല. 1 മണിക്കൂറിന് വിളിക്കുമ്പോൾ വരയ്ക്കുമ്പോ ഒത്തിരി കൂടി കൂടും. ഇനി എന്റെ ഒരു നെക്സ്റ്റ് ടാർഗറ്റ് എവിടെയായിരിക്കും എന്റെ? ഞാൻ 1 hourക്ക് വെച്ചു. 1 hourക്ക് വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നേരത്തെ പോലെ തന്നെ 1 hourൽ നിന്ന് ഞാൻ 30 മിനിറ്റ്സിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഒന്ന് ഓൾറെഡി ഹിറ്റായി, കണ്ടോ? എന്താ വെച്ചാല് ഇത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ, ഇല്ലേ? അതൊരു സപ്പോർട്ട് ഏരിയ അല്ലേ? കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്ത് കണ്ടില്ലേ 1-2 തവണ അത് താഴോട്ടേക്ക് വരാൻ ശ്രമിച്ചു. പിന്നെ അതൊക്കെ എല്ലാം അതിന്റെ മുകളിലാണ്. അത് തിരിച്ചു വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പ്രോബബ്ലി എന്റെ സെറ്റപ്പ് എന്തായിരിക്കും എന്നുള്ളത്?
ഈ ട്രെൻഡ് ലൈൻ വരച്ചെന്തിനാന്ന് മനസ്സിലായപ്പോ? ട്രെൻഡ് ലൈൻ വരച്ചെന്തിനാന്ന് മനസ്സിലായോ? ടാർഗറ്റാ. ടാർഗറ്റ് അല്ല, ഞാൻ എൻട്രി എടുത്താൽ ടാർഗറ്റ് വരുള്ളൂ. എന്തിനാണ് ട്രെൻഡ് ലൈൻ വരച്ചത്? നെക്സ്റ്റ് റിജക്ഷൻ അറിയാനാണോ? ഒന്ന് റിജക്ഷൻ അറിയാൻ എന്ന് വെച്ചാൽ ഇതിന് ട്രെൻഡ് നമുക്കറിയാം, ഇവിടുന്ന് ഒരു ഡൗൺ ട്രെൻഡ് ആവുന്നുള്ളത് അല്ലേ? അറിയാലോ നമുക്ക് ഇവിടുന്ന് ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് അറിയാം, നമുക്ക് അറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ലൈനിലേക്ക് എന്തായാലും എത്തും, എത്തില്ലേ? എല്ലാവരും എത്തും. ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോട്ടോ. ഇനി ട്രെൻഡ് ലൈൻ മാത്രമേ വെക്കുന്നുള്ളൂ ഞാൻ. എന്ന് വെച്ചാൽ ഒരു ഡൗൺ ട്രെൻഡാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവരും മനസ്സിലായില്ലേ? ഓക്കെ. ഈ ട്രെൻഡ് ലൈനിൽ വന്നിട്ട് ഇപ്പൊ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളത് വരച്ചോണ്ടാണ് മൾട്ടിപ്പിൾ ടൈം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് അത് അവിടെ ഉണ്ടായോണ്ടല്ലേ നിങ്ങൾ വരച്ചെന്നുള്ളത്. ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞോ? ഒന്നല്ല 2 പോയിന്റ് അല്ലേ? 2 സിംഗ് ലോയോ അല്ലെങ്കിൽ സിംഗ് ഹൈനെയോ, സിംഗ് ലോ അല്ലെങ്കിൽ സിംഗ് ഹൈനെയോ ചേർത്ത് വരയ്ക്കുന്നതാണ്, കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് ട്രെൻഡ് ലൈൻ. ഇതവിടെ വന്നോ? ഒന്നും മുട്ടിയിട്ടില്ല, പക്ഷെ ഏകദേശം വന്നോ? അതൊക്കെ വരയ്ക്കാം, നമുക്ക് ചെറുതാക്കി മുട്ടിച്ചെടുക്കാം. എന്നോട് ഹാഷിമാണ് ആദ്യം ചോദിച്ചത് വിക്ക് വേണം ബോഡി വേണം എന്ന് വെച്ചാൽ അല്ലേ ഹാഷിം? നമുക്ക് ചേർത്ത് വരയ്ക്കാം. ഓക്കെ, ചേർത്ത് വരയ്ക്കാം. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു ട്രെൻഡ് ലൈൻ കടന്നിട്ടല്ലേ മുകളിലോട്ട് പോകുള്ളൂ അല്ലേ? മുകളിലേക്ക് പോകണമെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വേണ്ടേ? വേണ്ടേ? ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടല്ലേ പോകുള്ളൂ. അപ്പോൾ എന്റെ ഉദ്ദേശം രണ്ടെണ്ണം എന്താണ്? ഒന്ന് ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയാല് താഴോട്ട്. അപ്പോ ട്രെൻഡ് ലൈനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ എന്താന്നുള്ളത്? ട്രെൻഡ് ലൈനിന്റെ ഇമ്പോർട്ടൻസ് എന്താ? നമുക്ക് ട്രെൻഡ് ലൈനിൽ ചെന്നിട്ട് റിജക്ഷൻ വന്നാൽ, നല്ല റിജക്ഷൻ വന്നാൽ അവിടുന്ന് എൻട്രി എടുക്കാം. ബ്രേക്ക് ഔട്ട് വന്നാലും എൻട്രി എടുക്കാം. ബ്രേക്ക് ഔട്ട് വന്നിട്ട് ടെസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിനെ കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലെഗിനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ? എന്താ പറഞ്ഞത്? തുടക്കത്തിൽ ലെഗിന്റെ കാര്യം ഞാൻ പറഞ്ഞോ ജാസിം? ഇതെന്ത് ലെഗാണ്? എന്ത് ലെഗാണ്? മറന്നുപോയോ എല്ലാവരും? കേൾക്കണില്ലേ പറഞ്ഞ്? പുൾ ബാക്ക് ആണോ? പുൾ ബാക്ക് ലെഗാണത്. ഞാൻ പറഞ്ഞതല്ല, വേറെ എന്താണ് പറഞ്ഞത്. അപ്പൊ എന്ത് മനസ്സിലായി? ട്രെൻഡ് ലൈനിന്റെ കാര്യം എന്താ മനസ്സിലായിപ്പോ? ഇനിയിപ്പോ ട്രെൻഡ് ലൈനും മാർക്കറ്റ് സ്ട്രക്ചറും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എല്ലാരും ഓക്കെ അല്ലേ? ഇല്ല, ക്ലിയർ ആയി. എല്ലാരും ഓക്കെ അല്ലേ? ഷാമിൽ അതെ. ഷെല്ലി ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ അതില്?